ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചായ വെക്കാം കേട്ടോ. ഇന്നൊരു മടി പിടിച്ച ദിവസമാണ്. പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഇന്ന് ഉപ്പയും നാട്ടിൽ കല്യാണത്തിന് പോയി. പിന്നെ ഹസ്ബൻഡ് പണിക്ക് പോയിട്ടാ. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് ഡേ കാണിച്ചു തരാം. പിന്നെ നമ്മൾ മാത്രമുള്ളപ്പോൾ നമുക്ക് ഈ ഒപ്പിക്കൽസ് പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഇതാ രാവിലെ മോൾക്ക് മദ്രസ പോകണം കേട്ടോ. അപ്പോൾ ഓക്കും എനിക്കും കൂടി ചായ വയ്ക്കുകയാണ്. ഇന്ന് മുഅല്ലിം ഡേ ആയതുകൊണ്ട് രാവിലെ 7 പോകണം. അല്ലെങ്കിൽ ഞായറാഴ്ച 8 മണിക്കാണ് മദ്രസ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം, ഉച്ച വരെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചായ കുടിക്കാം കേട്ടോ. മോക്കും ചായ കൊടുത്തിട്ട് നമുക്ക് ചായ കുടിക്കാം. സ്കൂളുള്ള ദിവസമാണ് രാവിലെ പിന്നെ നാസ്ത കഴിച്ചിട്ടേ പോവുള്ളൂ. ചിലപ്പോൾ ഒരു ദോശ അല്ല അരക്കഷ്ണം ദോശ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് റസ്കും ചായയും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുത്തത്. അപ്പം നമുക്ക് ചായ കുടിക്കാം. നമുക്ക് മസാല ബജിക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കുക്കറിൽ തന്നെ വെക്കാം. പെട്ടെന്ന് രാവിലത്തെ ദോശക്കോ ചപ്പാത്തിക്കോ അതുപോലെ പുട്ടിനൊക്കെ കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ സമയം കുറവാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവാൻ വെക്കാം. അതവിടുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മുറ്റം ഒന്ന് അടിച്ചിട്ട് വരാം. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. വെയിലിൻ്റെ ഒരിതാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരം വെയിലാണെങ്കിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റത്തേക്ക് മഴ പെയ്യും. അങ്ങനെയാണിപ്പോൾ. കാര്യമായിട്ടിങ്ങനെ വലിയങ്ങനെയൊന്നും മഴ പെയ്യലില്ല. ഇതാ മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈമിന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഇടാം കേട്ടോ. ജമീർക്കാക്ക് പണിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ദോശ ഇട്ടെടുക്കുകയാണ്. പിന്നെ മോൾക്ക് ഓള് വരുമ്പോഴത്തേക്ക് ചുട്ടാൽ മതി. ഇപ്പോൾ ഇതാ ദോശയൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം.
ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ ഇതാ മോൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്ത് ചായ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാട്ടാ. ഓളെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇതാ ഓൻ വീണ്ടും രണ്ടാമത് മോമ പല്ലേക്കാട്ടാ. ഓളെ കൂട്ടത്തിൽ അങ്ങനെയാണ്, ആര് പല്ലേക്കുന്നുണ്ടെങ്കിൽ ഓന് വന്നപ്പോൾ കൂടെ തന്നെ പല്ലേക്കും. അങ്ങനെ ഓരോണ്ടോടെ പല്ലേക്കട്ടെ. അപ്പം നമുക്ക് അടുക്കള ഒന്ന് ഒതുക്കിയെടുക്കാം. ഇന്നിപ്പം നമ്മൾ ചോറും കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ, ഇന്നിപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഉച്ചക്കേക്ക്. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് നമുക്ക് മുമ്പൊക്കെ അംഗൻവാടിയിൽ നിന്ന് കുടിച്ചിട്ടുള്ള കഞ്ഞിയും പയറും അങ്ങനെ ആക്കാമെന്ന് വെച്ച് മക്കൾക്കും ഇഷ്ടമായിട്ടാണ്. അതുകൊണ്ട് ഇന്ന് കഞ്ഞിയും ചമ്മന്തിയും അച്ചാറൊക്കെ എല്ലാം ആക്കാമെന്ന് വിചാരിച്ച്. പയ്യെ ചമ്മന്തി ഒന്നും പൊടിച്ചിട്ടില്ല കേട്ടാ, കഞ്ഞിയും അച്ചാറും കൂട്ടിയിട്ട് തന്നെ കുടിച്ചത് നിന്ന്. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് നമുക്ക് കഞ്ഞിയാക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. കാരണം നമ്മൾ നാസ്ത ഉണ്ടാക്കിയതും ചായ കുടിച്ചതിൻ്റെയൊക്കെ പാത്രം കഴുകാനുണ്ട്. അതൊക്കെ കഴുകിയിട്ടൊന്ന് എടുക്കാം. എന്നാലട്ടോ അടുക്കള ഒന്ന് ഒതുങ്ങി വരുള്ളൂ. പെട്ടെന്ന് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പാത്രമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനിയിപ്പം റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അടിച്ചു വാരിയിടാം. ഇന്ന് തുടക്കുന്നില്ല കേട്ടോ, കാരണം ഇന്നലെ തുടച്ചത് കൊണ്ട് ഇന്ന് തുടക്കുന്നില്ല. കാരണം മക്കളും ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ വൈകുന്നേരം തുടക്കലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് തുടക്കൽ പരിപാടി നമുക്കില്ല. പെട്ടെന്ന് ഇതാ പുതപ്പൊക്കെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. മോനിന്ന് നല്ല മൂഡിലല്ല കേട്ടോ. മോനിന്ന് എന്താണെന്നറിയില്ല, വെറുതെ രാവിലെ മുതൽ കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഓനെ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതും. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ അങ്ങ് ചെയ്യുക, അത്ര തന്നെ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് പയറൊന്ന് വേവിച്ചെടുക്കാം. പയർ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഒരു 2 വിസിൽ വന്നാൽ അത് ഓഫാക്കിയിടാം കേട്ടോ. അപ്പോഴേക്കും പയർ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇതാ 2 വിസിലടിച്ചിട്ട് നോക്കുമ്പോൾ പയർ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ കുക്കറിൽ തന്നെ കുറച്ച് അരി ഇട്ടിട്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ അരി കൈയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടി കുക്കറിലിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ ആകുമ്പോഴത്തേക്കും നമ്മളെ കഞ്ഞിയുടെ റെഡിയായി വരും. അതവിടെ വെച്ചതിന് ശേഷം ഞാൻ അലക്കിയത് മെഷീൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഉണക്കാനിടാട്ടാ. നല്ല വെയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വെയിൽ കാണുമ്പോൾ പിന്നെ മുറ്റത്തങ്ങ് ഇടുമല്ലോ. അതാകുമ്പം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അതുകൊണ്ട് ഞാനും വെയിലത്ത് അവിടെ ഇടാമെന്ന് വിചാരിച്ച്.
ഇതാ കഞ്ഞി വേവായപ്പോൾ ഞാൻ ആ പയറും കൂടി അതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മണി എങ്ങനെ ആയപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കഞ്ഞി കുടിച്ചു. അച്ചാറും കൂട്ടിയിട്ട് ആ കഞ്ഞി കുടിച്ച്. ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ട് ദിവസം ഇന്നത്തേന്ന്. വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.